ഇന്നത്തെ ദിവസത്തിലെ വീഡിയോയിലേക്ക് ഞാൻ അടുക്കളയിലെ വീഡിയോ ഒക്കെ പിടിച്ചിട്ട് കുറച്ച് ദിവസമായി. മോരുകറി അനിയത്തി വന്നിട്ടുണ്ടേ. മോരുകറി ഉണ്ടാക്കാൻ കുമ്പളങ്ങ ഇന്നലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മെഴുക്കുവരട്ടി, എനിക്കൊരു കുമ്പളങ്ങ ഉണ്ടായതായിരുന്നു. ആ കുമ്പളങ്ങ പറിച്ച് കറി വെച്ചു. വലിയ കുമ്പളങ്ങയായിരുന്നു. ഞാൻ അടുത്തുള്ള 2 പേർക്ക് കൊടുത്തു. ബാക്കി തൈരിന് പുളിയില്ലാത്ത, ഇപ്പോൾ തന്നെ തൈരിന് തന്നെ പുളിയില്ലാത്ത. മോരുകറി കുമ്പളങ്ങ ഇട്ട് കറി വെച്ചാലൊരു ഗുണം എന്നാന്ന് അറിയാവോ? നല്ല കൊഴുപ്പ്. മോരുകറിക്ക് വെള്ളം കൂടുതൽ ഒഴിച്ചാൽ നല്ല കൊഴുപ്പായിരിക്കും, കുറുകുറാന്നിരിക്കും. അത് തിളയ്ക്കുമ്പോഴത്തേനും അടുത്തത് ഇവിടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. കടുകില്ലേ, കടുക് മേടിക്കണം. കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്, പുറത്ത് പോകണം. ഉള്ള കടുക് അവളെ കൊണ്ടായിരിക്കും. അവളെല്ലാം ചെറുതായിട്ട് വരുന്നു. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത് വാഴയ്ക്ക അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. വാഴ ഞങ്ങളിപ്പോൾ തുണി നൈറ്റിയൊക്കെ വെട്ട് വരുന്നത്, നൈറ്റിയും ചുരിദാറും ഒക്കെ വെട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ വന്നിട്ട് വേഗം കറി വയ്ക്കുന്നതുകൊണ്ട് അടച്ച് വെച്ച് 2 വിസിലടിച്ചേക്കാം. മോരുകറി അതിനാണ് മിനിമം ബാലൻസ് കിട്ടണമെന്ന് പറയണം. മനസ്സിലായോ? 1000 രൂപ ചെക്ക്. അതെല്ലാം അന്നേരം തന്നെ ഞങ്ങൾ മേടിച്ചു. ചെക്ക് അത് തീർന്നും പോയി. 2 പ്രാവശ്യം മേടിച്ചു. ചെക്ക് എന്തിനാന്ന് ചോദിച്ചാൽ ലോൺ മേടിക്കേ, കടം മേടിക്കേ. കടുകില്ലാത്തതുകൊണ്ട് ഉലുവ ഇട്ട് കടുക് കുറച്ച്. ഈ കടയിൽ പോകാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇനി ദേഷ്യപ്പെടും. ഞാനതുകൊണ്ട് ഇനി പോകുമ്പോൾ മേടിക്കാം. ഇച്ചിരി മുളക് പൊടി, നമ്മളുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം.
ആ ചീഞ്ചട്ടി തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്തിനാണോ, കുറച്ച് മുളകുണ്ട്, മുളക് വറുക്കാം. ഞാൻ പുറകെ നടക്കും. ഇത് ചോറ് വാർത്തില്ലല്ലോ അല്ലേ? ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുള്ളൂ, വാർക്കണം. അത് ഞാൻ മീൻ വെള്ളത്തിട്ടേക്കും, അത് എടുക്കട്ടെ. മുളക് കൊത്തി കിടത്തി വയ്ക്കുക. കുറച്ച് ഉണക്ക മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. വലിയ കറിയാണ്. ആ സാരമില്ല. മുളക് പൊടിച്ച് അവളുമാരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവളുമാര് വന്നിട്ട് പോക്ക് കഴിച്ചു. എടീ ഇങ്ങോട്ട് വരാനല്ല തന്നെ പറഞ്ഞത്. കറി വയ്ക്കാൻ കൂടാൻ പറഞ്ഞിട്ട് 2 എണ്ണം അവിടെ ഇരിക്കുവാണ്. എന്തെങ്കിലും പണി ചെയ്യാൻ വാടിന്ന് പറഞ്ഞാൽ പിന്നെ പോവും. ഇത് മുട്ട പൊരിക്കാനുള്ള സാമാനൊക്കെ എന്ത് ഉണ്ടെന്ന് പറ. മുട്ട പൊരിക്കണമെങ്കിൽ മുട്ട പോയിട്ട് വരും. ഞാനെനിക്ക് വരൂന്നേ. ഇതിന്റെ മുട്ടയില്ലേ ഇതിനകത്ത് കുറച്ചാൽ പോലെ ഈ പാത്രം എടുത്തോണ്ട് പോവാ. 4 ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കാനാണോ? ഇന്ന് മുട്ട കിട്ടിയില്ലേ? കോഴിത്തീറ്റ മേടിക്കണം. മഴയൊക്കെ ആയതുകൊണ്ട് പയ്യ ഇടാൻ നോക്കണം. ഗോതമ്പ് കൊടുക്കുമ്പോൾ മുട്ട ഇതിൽ കുറവാ. എന്നാ പറഞ്ഞത് കേട്ടോ. ആ വാഴക്കയില ഇടാവുള്ളൂ, കുടഞ്ഞതൊക്കെ അവിടെ കാണും.
പാതക്കേല ഇടാവുള്ളൂ എന്ന്. അത് നമുക്ക് പ്രോസസ്സിങ് അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് കുടഞ്ഞ് അങ്ങോട്ട് എടുത്തിട്ട് അവിടുന്ന് അങ്ങോട്ട് കുട കേട്ടോ. കുടഞ്ഞ് കൈ ഊരി പോകുമെന്ന് ആക്കരി. സവോള ഉണ്ടോ? സവോളയൊക്കെ ഉണ്ട്. കാരണം ഇന്നാളത്തെ നമുക്ക് സംഭവിക്കരുത്. ഇവിടെ ഇല്ലേ? അതിനുണ്ടല്ലോ മുട്ട നല്ല ഉതിർത്ത് കഴിയുന്നത് അതിൽ ശലം തുള്ളി വെള്ളം കൂടെ വെള്ളം അല്ലെങ്കിൽ പാൽ ഒഴിച്ചാൽ മതി. പിന്നെ നല്ല എണ്ണയിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല തീ കൊടുക്കണം, എന്നാലും ഫ്ലഫി ആയിട്ട് വരും. ഇച്ചിരിയുടെ ചൂടാകാനായിരുന്നു അല്ലേ? എണ്ണയൊക്കെ ഉള്ള ഒഴിച്ചിട്ടുണ്ട്. മീനെ നിന്നെങ്ങനെ മറന്നു വരുമോ? തൊണ്ടൻ മുക്ക് വരാൻ ഇച്ചിരി നേരം ഇതിന് ഈ ആവശ്യത്തിന് ഒഴിക്കുകയാണ്. താഴെ വീണ് താഴെ നിൽക്കണൊക്കെ ഭേദം. എനിക്കതൊന്നും ചെയ്തില്ല. വലിയ ചട്ട കാണാൻ നല്ലത്. ചട്ട മതിയോ? തീ പിടിക്കണത്തല്ലേ തുണിയല് ഇതൊക്കെ നീക്കാനായിട്ട്. അന്നേരം തീ അങ്ങനെ വല്ല ചെയ്യുകയാണെങ്കിൽ തീ കുറച്ച് വെച്ചോണം കേട്ടോ. ഇത് കൂടുതൽ കറി വേണ്ടല്ലോ, മതി. ഓ ചോറോടെ വയ്ക്കും. അതെടുക്കുക പാത്രമില്ല. കരിയാൻ തുടങ്ങും. കരയാൻ പോകും. മുട്ട വെച്ചത് സൂര്യയാകുമ്പോൾ 3 മുട്ട പൊരിക്കും. ഞാനാണെങ്കിൽ ഒറ്റ മുട്ടയും കൊണ്ട് പൊരിക്കും. ഈ പാത്രത്തിലാണ് ഞാൻ മുഴുവൻ ഒഴിക്കാൻ പറ്റും. ഞാൻ 3 മുട്ടയൊക്കെ പൊരിക്കും. എന്നാ ഇക്കടെ ആങ്ങളേനെ ഇക്കടെ വിളിക്കാൻ പറഞ്ഞായിരുന്നു. എന്നാ വരുന്ന അമ്മ ആങ്ങളെ എല്ലാവരും. അയ്യോ ഇത്രയും നേരം കുഴപ്പമില്ല. അമ്മ ആങ്ങളെ എല്ലാവരുടെ അവൻ മഴയാണെങ്കിൽ വരില്ലെന്നില്ല. മഴയില്ലല്ലോ. അവനോ? അമ്മ പറഞ്ഞു മഴയാണെങ്കിൽ വരില്ല കേട്ടോ എന്ന് പറഞ്ഞു. ആ പൊട്ടി പാളിഷാക്കി പിന്നെ ഞൊറുക്കി നോക്കിയാലേ തിന്നണം അല്ലേ? പിന്നെ പുട്ടുണ്ടാക്കിക്കൊണ്ട് പൊടിഞ്ഞു പോയി. ഇതുകൊണ്ട് കൊടുത്തു. ഇങ്ങനെയാണോ പുട്ടുണ്ടാക്കുന്നത്? പൂലൊക്കെ കഴിച്ച് മൊത്തം പൊടിഞ്ഞു പോയില്ലേ? ഇപ്പൊ തരാന്നുണ്ട്. പുള്ളിക്കാരി എന്നിട്ട് ഇത്ര നീളത്തിൽ ഉടയാത്ത പുട്ട് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പുള്ളി ഇങ്ങനെ മുറിക്കുക. ആ കയ്യെല്ലാം മുറിച്ചു. മീൻ വറുത്തതുമായി മുട്ട പൊരിച്ചതും മോര് കറി. ഇത്രയും കറികൾ ഇത്ര സ്പീഡിൽ ആരെങ്കിലും വെക്കെങ്കിൽ വേഗം വെച്ച് കാണിച്ചേ. കഴിക്കാൻ വേണ്ടി പറ്റില്ലേ? ഇതല്ലേ? അത് ടാങ്കിൽ വെള്ളം തുറന്നു വിട്ടൊക്കെ മുകളിൽ, അല്ലെങ്കിൽ ടാങ്ക് നിറയാറായി മഴ പെയ്ത്. ഇന്നലത്തെ മഴയത്ത് പിന്നെ എന്നതാ പുല്ല് പൊരിക്കാനാ? ഓ ചീര നടാൻ പോയതാ. ഞാന് പുല്ല് തിന്നാൻ പോയാണ്. ഞാനു ഇത് വാ മോളെ. തുണി കഴുകായിട്ടുണ്ട്. അത് ഞാൻ തൊടാൻ പാടില്ല കേട്ടോ. തൊടാനൊന്നും പറ്റില്ല. വാഷിംഗ് മെഷീനിലൊന്നും ആരും തൊടരുതേ. ഞഞ്ഞു പിടിക്കാൻ പോ. മീനില്ലല്ലോ.